BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. ആറ്റ്ലസ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ. ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തൂ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടാം ക്യാഷ് പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ. ഡിസംബർ 2 മുതൽ ജനുവരി 7 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ഉടനീളമുള്ള ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കേരളത്തിൽ 22ഓളം ബ്രാഞ്ചുകളുള്ള ഏക സ്ഥാപനം. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. സയൻസ് ഒരു സംഭവല്ലേ അച്ഛാ? ആഘോഷമേതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ. കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ. ഫോൺ 04862 222 314. മറൈൻ എക്സ്പോ ഡിസംബർ 17 മുതൽ കോലാനി വേങ്ങല്ലൂർ ബൈപ്പാസ് പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ വൈകുന്നേരം 4 മുതൽ 9:30 വരെ ഒരുക്കിയിരിക്കുന്നു. ഈ വിസ്മയം കണ്ടാസ്വദിക്കാൻ നിങ്ങളേവരെയും ക്ഷണിക്കുന്നു. വിളിപ്പുറത്തപ്പനായ കാഞ്ഞിരമറ്റത്തപ്പന്റെ പുനഃപ്രതിഷ്ഠയിൽ പങ്കാളികളാവുക, അനുഗ്രഹീതരാവുക. സുലഭ ഫുഡ് പ്രോഡക്റ്റ്. സംതൃപ്തമായ ഓരോ പ്രഭാതത്തിനും സ്വാദിഷ്ടമായ രുചികളുമായി സുലഭ ഹൈപ്പർ മാർക്കറ്റ്. പാല, കോട്ടയം, ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ. പട്ടരുമടം ഗാലക്സി ന്യൂമാൻ കോളേജിന് സമീപം മങ്ങാട്ടുകവല റോഡ്, തൊടുപുഴ. പട്ടരുമടം ഗാലക്സി, മങ്ങാട്ടുകവല, ന്യൂമാൻ കോളേജ് റോഡ്, തൊടുപുഴ. ഫോൺ 7907077014. തൊടുപുഴയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 6 തീയതി ശനിയാഴ്ച മുതൽ ജനുവരി 8 തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് മരുന്നില്ലാത്ത ചികിത്സ നിങ്ങൾക്കും പഠിക്കാം. ഡോക്ടർ എബ്രഹാം ജോസഫിന്റെ ഡൈനാമിക് ടച്ച് വേദന ചികിത്സാ കേന്ദ്രം, പെട്രോൾ പമ്പിന് എതിർവശം, ചെറുതോണി. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 13ഓളം പശുക്കളെ നഷ്ടപ്പെട്ട വെള്ളിയാമ്പലത്തെ കുട്ടി കർഷകന് സഹായവുമായി CPIM. 3 പശുക്കളെയാണ് മാത്യുവിനും കുടുംബത്തിനും നൽകിയത്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ വെൽനസ് സെന്റർ വെങ്ങല്ലൂരിൽ 10-ന് പ്രവർത്തനം ആരംഭിക്കും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. LDFന്റെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി അടിമാലിയിൽ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഓഫ് വണ്ണപ്പുറം ഇന്റർനാഷണൽ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും അശ്രണർക്ക് ഒരു കൈത്താങ്ങ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTIയുടെ നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. 13ഓളം പശുക്കളെ നഷ്ടപ്പെട്ട വെള്ളിയാമ്പലത്തെ കുട്ടി കർഷകന് സഹായവുമായി CPIM ജില്ലാ കമ്മിറ്റിയും മൂലമറ്റം ഏരിയ കമ്മിറ്റിയും കർഷക സംഘം ജില്ലാ കമ്മിറ്റിയും ചേർന്ന് 3 പശുക്കളെയാണ് മാത്യുവിനും കുടുംബത്തിനും നൽകിയത്. വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി എന്ന 10ാം ക്ലാസ്സുകാരൻ്റെയും കുടുംബത്തിൻ്റെയും ഏക ഉപജീവന മാർഗമായിരുന്ന 22ഓളം പശുക്കളിൽ 13 ഭക്ഷ്യവിഷബാധ മൂലം കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് കുട്ടി കർഷകന് സൗജന്യമായി പശുവിനെ നൽകുമെന്ന് CPIM നേതൃത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി CPM ജില്ലാ കമ്മിറ്റിയും മൂലമറ്റം ഏരിയ കമ്മിറ്റിയും കർഷക സംഘം ജില്ലാ കമ്മിറ്റിയും ചേർന്ന് 3 പശുക്കളെയാണ് വാങ്ങി നൽകിയത്. തിങ്കളാഴ്ച രാവിലെ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ നേതൃത്വത്തിൽ മാത്യുവിന്റെ വീട്ടിലെത്തിയ നേതാക്കൾ കൃഷ്ണഗിരിയിൽ നിന്നും കൊണ്ടുവന്ന HF ഇനത്തിൽപ്പെട്ട 3 പശുക്കളെയും കുടുംബത്തിന് കൈമാറി.
പശുക്കളെ പരിപാലിക്കുന്നതിനായി തൊഴുത്ത് നിർമ്മിക്കുന്നതുൾപ്പെടെ കുടുംബത്തിന് കൂടുതൽ സഹായം ആവശ്യമായി വന്നാൽ ചെയ്തു നൽകുമെന്നും CV വർഗീസ് പറഞ്ഞു. ദാരുണമായ സംഭവങ്ങളുണ്ടായാൽ അതിനോട് ക്രിയാത്മകമായി പ്രവർത്തിക്കുക എന്നതാണ് CPMൻ്റെ പൊതുവായ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നു കണ്ടു. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ആലോചിച്ചിരുന്നു അവരെ സഹായിക്കാൻ. ആ സംസ്ഥാന സെക്രട്ടറിയോട് ഞങ്ങൾ അഭിപ്രായം നടത്തിയപ്പോൾ അദ്ദേഹം ഞങ്ങളെ വലിയ നിലയിൽ പ്രശംസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരമൊരു പ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ CPMൻ്റെ ധാർമ്മികമായ ഇടപെടലിനെ കേരളീയ സമൂഹത്തിനോട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പ്രഖ്യാപിക്കട്ടെ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവം ഉണ്ടായി. ഇന്നിപ്പോൾ 10 ദിവസമായിരിക്കും. ഏറ്റവും ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിൽ പോയി നല്ല ഭാവിയിൽ തന്നെ പശുക്കളെ കണ്ടെത്തി പാർട്ടിക്കുള്ളിൽ തന്നെ അതിനാവശ്യം പണം സമാഹരിക്കുക എന്നതാണ് പ്രവൃത്തിയാണ് നടത്തിയിട്ടുള്ളത്. CPM നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, TK ശിവൻ നായർ, KL ജോസഫ്, മനു മാത്യു കുരുവേലി, PV സുമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസിമോൾ മാത്യു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 13 പശുക്കളെയും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട കുട്ടി കർഷകന്റെയും കുടുംബത്തിന്റെയും നൊമ്പരം കേരളക്കരയാകെ ഏറ്റെടുത്തിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിന് പുറമെ MA യൂസഫ് അലി, ജയറാം, PJ ജോസഫ് MLA എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരും വിവിധ സംഘടനകളും ഇതിനോടകം മാത്യുവിന് കൂടുതൽ പശുക്കളെ വാങ്ങുന്നതിന് സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. NSS കരയോഗം മേഖലായോഗം കരിമണ്ണൂരിൽ നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാദികലാ പുരസ്കാരം ജേതാവ് കുറിച്ചിത്താനം രാമചന്ദ്ര മാരാരെ ആദരിച്ചു. NSS കരയോഗം മേഖലായോഗം കരിമണ്ണൂർ NSS ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംനാഥ് അധ്യക്ഷനായി. ചടങ്ങിൽ വാദികലാ പുരസ്കാരം ജേതാവ് കുറുമ്പിത്താനം രാമചന്ദ്ര മാരാരെ ആദരിച്ചു. യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ, താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം AN ദിലീപ് കുമാർ, കരയോഗം സെക്രട്ടറി KP നാരായണക്കുറുപ്പ്, ജയരാജ് K, മേഖലയിലെ വിവിധ കരയോഗം ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ വെൽനെസ് സെന്റർ വെങ്ങല്ലൂരിൽ 10-ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. ഇതുൾപ്പെടെ 3 വെൽനെസ് സെന്ററുകളാണ് ജില്ലയിൽ ആരംഭിക്കുന്നത്. 1,33 ലക്ഷം രൂപയാണ് വെൽനെസ് സെന്ററുകൾക്കായി അനുവദിച്ചിട്ടുള്ളത്. ഡോക്ടർ, നഴ്സ്, അവശ്യമരുന്നുകൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ 2021-22 വർഷത്തെ ഹെൽത്ത് ഗ്രാന്റ് പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ വെൽനസ് സെന്റർ 10-ന് വെങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിക്കും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, അവശ്യമരുന്നുകൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭിക്കും. വെങ്ങല്ലൂർ കൂടാതെ പഴുക്കാകുളം, കുമ്പങ്കല്ല് എന്നിവിടങ്ങളിലും വെൽനസ് സെന്റർ തുടങ്ങും. നഗരസഭയിലെ അർബൻ വെൽനസ് സെന്ററുകൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം ജനുവരി 10-ാം തീയതി രാവിലെ 10:30-ന് വെങ്ങല്ലൂരുള്ള ഗാർഡിയൻ കൺവെൻഷന് സമീപമായിട്ട് ആദ്യത്തെ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. അർബൻ വെൽനസ് സെൻറ്റർ കേരളത്തിലെ 83 നഗരസഭകളിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തപ്പെടുന്നതാണ്. ഗ്രാമീണ മേഖലകളിലും അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് ടൗണിലേക്കെത്തി ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിലേക്കെത്തി അവരുടെ തിക്കും തിരക്കും അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടി ഓരോ പ്രദേശം തിരിച്ചുകൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങുകയും വൈകുന്നേരം വരെ അവിടുത്തെ സേവനം ഉറപ്പാക്കുകയുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. തൊടുപുഴ നഗരസഭ ആരംഭിക്കുന്നത് 1 വെങ്ങല്ലൂരിലും 2ാമതായിട്ട് കുമ്മങ്കല്ലിൽ, 3ാമത് പഴുക്കാകുളത്തുമാണ് മുതലക്കൊടുത്ത്. 3 സെൻറ്ററുകളാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ് ജനുവരി 10-ന് രാവിലെ 10:30-ക്ക് നടത്തപ്പെടുന്നത്. 1,33 ലക്ഷം രൂപയാണ് വെൽനസ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. കുമ്പങ്കല്ല് വെൽനസ് സെന്ററിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്നും അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷീജ ഷാഹുൽ ഹമീദ്, മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, PG രാജശേഖരൻ, MA കരീം, K ദീപക്, മുഹമ്മദ് അഫ്സൽ, സനു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയുടെ പീരുമേട് താലൂക്ക് തല രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് വണ്ടിപ്പെരിയാർ ഓഫീസിൽ വെച്ച് നടന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കൗൺസിൽ അംഗം TC ഗോപാലകൃഷ്ണൻ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്ത് പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന തൊഴിൽക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി യോജന പദ്ധതി. പദ്ധതി പ്രകാരം രാജ്യത്തെ മുഴുവൻ വിശ്വകർമ്മജർക്കുമായി പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയുടെ രജിസ്ട്രേഷൻ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയന് കീഴിലെ അംഗങ്ങൾക്കായുള്ള പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയുടെ രജിസ്ട്രേഷൻ നടന്നത്.
പീരുമേട് താലൂക്ക് യൂണിയൻ വണ്ടിപ്പെരിയാർ ഓഫീസിൽ വെച്ച് നടന്ന PM വിശ്വകർമ്മ യോജന രജിസ്ട്രേഷന്റെ ഉദ്ഘാടന യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TK സുകുമാരൻ അധ്യക്ഷനായിരുന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കൗൺസിൽ അംഗം TC ഗോപാലകൃഷ്ണൻ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ബഹുമാനാദരണീയനായ മോദിജി പ്രഖ്യാപിച്ച സെപ്റ്റംബർ 17 പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ യോജന എന്ന മഹത്തായ പരിപാടി രാജ്യത്തെമ്പാടുള്ള വിശ്വകർമ്മജർക്ക് പ്രയോജനപ്രദമായ നമ്മുടെ PM വിശ്വകർമ്മ യോജന എന്നുള്ള അതിൻ്റെ രജിസ്ട്രേഷനാണ് പീരുമേട് താലൂക്കിൽ മഹിളാ സംഘത്തിൻ്റെ ഒരു അടിയന്തര യോഗത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് താലൂക്കിലെ 20ഓളം ശാഖാതലങ്ങളിൽ ഞങ്ങൾ പരമാവധി ആൾക്കാരെ PM വിശ്വകർമ്മ യോജനയിൽ ചേർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തുടർന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TK സുകുമാരൻ രജിസ്ട്രേഷൻ പകർപ്പുകൾ അംഗങ്ങൾക്ക് കൈമാറി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയന് കീഴിലെ 20 ശാഖകളിൽ നിന്നുമായി 100ഓളം പേർ PM വിശ്വകർമ്മ യോജന രജിസ്ട്രേഷനിൽ പങ്കാളികളായി. KVMS സംസ്ഥാന ഉപാധ്യക്ഷ പുഷ്പ ബിജു, പീരുമേട് താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ T ജയമോൻ, വിശാലാക്ഷി, റെജിമോൻ, വിനോദ്, സുജാത, സെലീന തുടങ്ങിയവർ രജിസ്ട്രേഷൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. LDFന്റെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി അടിമാലിയിൽ സമര പ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച LDF സംഘടിപ്പിക്കുന്ന രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി അടിമാലിയിൽ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏതായാലും കേരള നിയമസഭ ഏകകണ്ഠമായി ഈ നിയമം അംഗീകരിച്ചു. അതിനെ തുടർന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ നിയമനിർമ്മാണ സഭയോട് തെല്ലും ആദരവ് പ്രകടിപ്പിക്കാതെ തന്നെ നിയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ ഏറ്റവും തരം താഴ്ന്ന നിലപാട് ഏറെ നാളായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഗവർണർ, അദ്ദേഹം നിയമസഭ അംഗീകരിച്ച നിയമങ്ങളിൽ ഒപ്പുവെക്കാൻ തയ്യാറാകുന്നതേയില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. അങ്ങനെ നിയമസഭ അംഗീകരിച്ചിട്ടും നിയമമായി പ്രാബല്യത്തിൽ വരാത്ത, ഗവർണർ ഒപ്പുവെക്കാത്ത നിയമങ്ങളുടെ കൂട്ടത്തിലാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിഹാരം നേടിയുള്ള നിയമനിർമ്മാണവും ഉള്ളത്. ഗവർണറെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹം പല നിലയിൽ സവിശേഷതകളുള്ള ഒരാളാണ്. എല്ലാ കാര്യവും ഞാനിപ്പോ പറയും. ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ കാലുമാറി അവസരവാദിയായ രാഷ്ട്രീയ നേതാവ് ആര് എന്ന് ഏതെങ്കിലും PSC പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കണ്ണടച്ച് ഉത്തരമെഴുതാൻ പറ്റിയ ആളാണ്. ആ ഉത്തരം തെറ്റില്ല. അതാണ് 1, 2, 3, 4 ഒന്നുമല്ല തവണ കാലുമാറിയിട്ടുണ്ട്. സമ്മേളനത്തിൽ PM ലത്തീഫ് അധ്യക്ഷനായി. M കമറുദ്ദീൻ, TK ഷാജി, ചാണ്ടി P അലക്സാണ്ടർ, KM ഷാജി, മുഹമ്മദ് റിയാദ്, TP വർഗീസ്, TM ഷെരീഫ്, ബിജു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കോതമംഗലം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനും മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹൈറേഞ്ച് മേഖലയിലേക്ക് എളുപ്പം കടന്നു പോകാനും ദേശീയപാത ബൈപ്പാസിന്റെ അതിർത്തി നിർണ്ണയിക്കാനുള്ള സർവേ കല്ലിടൽ തുടങ്ങി. കോതമംഗലത്ത് മാതിരപ്പള്ളി മുതൽ അയ്യങ്കാവ് വരെ 3.8 കിലോമീറ്റർ ദൂരത്തിലാണ് ദേശീയപാതയുടെ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. ദേശീയപാത അതോറിറ്റി അലൈൻമെന്റ് അംഗീകരിച്ച ശേഷം അതിവേഗമാണ് നടപടികൾ പുരോഗമിക്കുന്നത്. കോതമംഗലം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനും മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഹൈറേഞ്ച് മേഖലയിലേക്ക് എളുപ്പം കടന്നു പോകാനും ദേശീയപാത ബൈപ്പാസിന്റെ അതിർത്തി നിർണ്ണയത്തിനായുള്ള സർവേ കല്ലിടൽ തുടങ്ങി. കോതമംഗലത്ത് മാതിരപ്പള്ളി മുതൽ അയ്യങ്കാവ് വരെ 3.8 കിലോമീറ്റർ ദൂരത്തിലാണ് ദേശീയപാതയുടെ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. ദേശീയപാത അതോറിറ്റി അലൈൻമെന്റ് അംഗീകരിച്ച ശേഷം അതിവേഗമാണ് നടപടികൾ പുരോഗമിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിന് ശേഷമുള്ള തുടർ നടപടിയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ബൈപ്പാസിനായി ഏതാനും വീടുകൾ ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. മൂവാറ്റുപുഴ ബൈപ്പാസ് കാരക്കുന്നത്തെയും കടാതിയെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് നിർമ്മിക്കുന്നത്. ടൗണുകളിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ വാഹനയാത്ര സാധ്യമാക്കുക എന്നതാണ് ബൈപ്പാസ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന തരത്തിലാണ് നടപടി പുരോഗമിക്കുന്നത്. ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകുന്നതിന് തടസ്സമില്ലെന്നും തങ്ങളുടെ നിലവിലുള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്താതെ അലൈൻമെന്റിൽ ചെറിയ മാറ്റങ്ങൾ വേണമെന്ന ആവശ്യമാണ് ഉള്ളതെന്നും പ്രദേശവാസികൾ BBC ന്യൂസിനോട് പറഞ്ഞു. കോതമംഗലം
NH ബൈപ്പാസ് വാരപ്പെട്ടി വില്ലേജിൽ കൂടെ കടന്നു പോകുന്നത് ഞങ്ങൾ പരിപൂർണമായും സ്വാഗതം ചെയ്യുന്നു. ഈ നാട്ടുകാർ മുഴുവൻ ഇതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഇത് വന്നു കഴിയുമ്പോൾ വളരെ പ്രയോജനം, ഈ പ്രദേശത്തേക്ക് വാരപ്പെട്ടി പഞ്ചായത്തിന് വലിയ പ്രയോജനം ലഭിക്കുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഇതിൽ കുറച്ച് വീടുകൾ നഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ ജീവനോപാധി നഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ തക്കതായ ഒരു അധിവാസം അവർക്ക് കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് തീർച്ചയായിട്ടും അത് ചെയ്യണം എന്നുള്ള ഇതാണ്. എൻ്റെ സ്ഥലം കുറച്ച് പോകുന്നുണ്ട്, എന്നാലും നമ്മളതിൽ ഈ റോഡ് വരുന്നതിൽ വളരെയധികം തൃപ്തനാണ്. ശോഭന സ്കൂളിന്റെ മതിലിന്റെയും ഗ്രൗണ്ടിന്റെയും ഒരു ഭാഗം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്. ഇതോടൊപ്പം വാരപ്പെട്ടി പഞ്ചായത്തിൽ വരുന്ന കോഴിപ്പള്ളിയിൽ ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗത്തും അലൈൻമെന്റ് മാറ്റണമെന്ന് പരാതിയുണ്ട്. കോഴിപ്പള്ളി CMC പാവനാത്മ കന്യാസ്ത്രീ മഠത്തിൻ്റെതുൾപ്പെടെ പലയിടങ്ങളിലും അലൈൻമെന്റിൽ ചെറിയ മാറ്റങ്ങൾ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വഴി തരാൻ യാതൊരു വിഷമവും ഇല്ല. അത് അലൈൻമെന്റ് ഒന്ന് മാറ്റി തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം, കൃഷി സ്ഥലങ്ങൾ, കുടിവെള്ളം, കിണർ, ഇതെല്ലാം ഇപ്പം പ്രശ്നത്തിലാണ്. ബയോഗ്യാസ് പ്ലാന്റ് ഞങ്ങളുടെ ബെഡ്റൂമിനോട് ചേർന്നാണ് ഇപ്പോൾ റോഡ് വരുന്നത്. അതൊന്ന് മാറ്റി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ഇന്റർനാഷണൽ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും അശരണർക്ക് ഒരു കൈത്താങ്ങ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി. ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് റോബിൻ ആലക്കൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ഇന്റർനാഷണൽ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും അശരണർക്ക് ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി. വീടില്ലാത്ത നിർധന കുടുംബങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന അശരണർക്ക് ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ ഉദ്ഘാടനം ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ നിർവഹിച്ചു. സേവനത്തിനു വേണ്ടി ഞങ്ങൾ സേവിക്കുന്നു, വി സർവ് എന്ന മുദ്രാവാക്യവുമായി മഹത്തായ പ്രസ്ഥാനം 1917 ചാർട്ട് ചെയ്ത് വണ്ണപ്പുറം പോലുള്ള ചെറിയൊരു ഗ്രാമീണ മേഖലയിൽ ഏകദേശം 5-6 ക്ലബ്ബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് സേവനത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് സേവനത്തിൻ്റെ വലിയൊരു സ്പർശം ഉണ്ട് എന്നുള്ള വലിയൊരു ശക്തമായ നിഗമനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി ഏർപ്പെടുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ക്ലബ്ബ് വേസ് പോകുമ്പോൾ വ്യത്യസ്തമായ ചിന്താഗതിയിലും വ്യത്യസ്തമായ സംസ്കാര രീതിയിലും വ്യത്യസ്തമായ ആശയത്തിലും വ്യത്യസ്തമായ ജാതിയിലുമൊക്കെ കൂടെ നടക്കുന്ന ആളുകളുടെ കൂട്ടായ സംവിധാനമാണ് നമ്മുടെ മഹത്തായ പ്രസ്ഥാനം. പക്ഷെ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഞങ്ങൾ സേവിക്കുന്നു. എങ്ങനെയാണ് സേവിക്കുന്നത് എന്നത് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ അറിവിൻ്റെയും നിങ്ങളുടെ കഴിവിൻ്റെയും നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ഭാഗം പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുക എന്ന വലിയൊരു ഉദ്ദേശ ലക്ഷ്യമാണ് ലയൺസ് പ്രസ്ഥാനത്തിലുള്ളത്. KE ഹമീദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് ലയൺസ് ക്ലബ്ബ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ ഭവന നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലത്തിന്റെ രേഖകൾ ട്രസ്റ്റ് ഉടമകൾ ലയൺസ് ക്ലബ്ബിന് കൈമാറി. പ്രസിഡന്റ് റോബിൻ ആലക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാബു കുന്നത്തുശ്ശേരി സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് സജി തോമസ്, ട്രഷറർ അനീഷ് പുളിക്കൽ, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ലിജോ മറ്റം, സെക്കൻഡ് വൈസ് പ്രസിഡന്റ് സജി മംഗലത്ത്, അഡ്വക്കേറ്റ് മനീഷ് P. കുമാർ, രാജീവ് ഭാസ്കർ, ജിജോ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എല്ലാ പ്രോഗ്രാമുകളിലും നമ്മൾ ശരിക്കും ഈ സൂര്യൻ ഉദിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഭവന പദ്ധതി നമ്മൾ ആരംഭിക്കുക, ഒരാൾക്ക് ഒരു വീട് എന്ന നമ്മൾ കഴിഞ്ഞ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഒരു വീട് ഒരാൾക്ക് വെച്ചു കൊടുക്കേണ്ടതെന്ന്. അതിന് സ്ഥലം ഒരുക്കി തന്ന വ്യക്തികളുണ്ട്. അപ്പം നമ്മൾ ഈ വർഷം ഒരു ഭവന പദ്ധതി നമ്മൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഒക്കെ ഒരു അനുമതിയോട് കൂടി നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ക്ലബ്ബംഗങ്ങളും നമ്മളോടുകൂടി ഒപ്പം ഉണ്ട്. ഓരോ ലയണും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വണ്ണപ്പുറം ലയൺസ് ക്ലബ്ബ് നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാ ലയൺകൾക്കും ഉണ്ടാകണം. ചടങ്ങിൽ പുതിയ അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വൈസ് ഗവർണർ നിർവഹിച്ചു. തുടർന്ന് കേക്ക് കട്ടിങ്ങും സമ്മാനദാനവും കലാസന്ധ്യയും നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTIയുടെ നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു.
പേരൻസും PTA ഭാരവാഹികളും ചേർന്ന് മുൻകൈയെടുത്ത് 45,000 രൂപ മുടക്കി 10 ക്യാമറകളാണ് സ്കൂളിന്റെ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചത്. ക്യാമറയുടെ ഔദ്യോഗികമായ ലോഞ്ചിംഗ് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTAയുടെ നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. സ്കൂളിലും പരിസരത്തും സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയുടെ ഔദ്യോഗികമായ ലോഞ്ചിംഗ് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഇവിടുത്തെ പ്രധാന അധ്യാപികയും PTയും മറ്റധ്യാപകരും വാർഡ് കൗൺസിലറും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇച്ഛാശക്തിയാണ് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചത്. കാരണം നമുക്കറിയാം, നഗരസഭയിൽ തന്നെ ഒട്ടനവധി ക്യാമറകൾ വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും ആളുകൾ ക്യാമറ അന്വേഷിച്ചാണ്. ഇപ്പോൾ ക്യാമറകൾ ഈ നാടിന് ഒരു അപകടം നടന്നാൽ, തൊടുപുഴ നഗരത്തിലൊക്കെ രാത്രികാലങ്ങളിൽ നടക്കുന്ന അപകടങ്ങൾ, പോലീസിൻ്റെ കുറ്റകൃത്യങ്ങൾ എല്ലാം കണ്ടെത്തുന്നത് ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് CCTV ക്യാമറകളാണ്. തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും സുരക്ഷിതത്വത്തിനും, അതുപോലെ ഈ സ്കൂളിന് മാത്രമല്ല ഈ കോമ്പൗണ്ടിനും എല്ലാ രീതിയിലുള്ള ഒരു സുരക്ഷിതത്വം ഈ ക്യാമറയിൽ നിന്നുണ്ടാവും. ഇത് തയ്യാറാക്കുന്നതിന്, അത് വെച്ച് പിടിപ്പിക്കുന്നതിന് ഇങ്ങനെ ആശയം മുന്നോട്ട് വെച്ച പ്രിയപ്പെട്ടവർക്കെല്ലാം എല്ലാ രീതിയിലുള്ള ഒരു ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമോടുകയാണ്. ഈ ചടങ്ങ് ഔദ്യോഗികമായി ലോഞ്ചിങ് നടത്തിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. PTA പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. SSK ജില്ലാ കോർഡിനേറ്റർ D ബിന്ദുമോൾ, B.Ed പ്രിൻസിപ്പൽ TS സ്റ്റീഫൻ, VHSE പ്രിൻസിപ്പൽ സ്മിത രാജം വർഗീസ്, ഹെഡ് മിസ്ട്രസ് TC വാസന്തി, SMC ചെയർമാൻ മുഹമ്മദ് ഫസിൽ, MBTA പ്രസിഡന്റ് ജൂബി ജീവൻ, സ്റ്റാഫ് സെക്രട്ടറി പ്രിൻസ് SA എന്നിവർ പ്രസംഗിച്ചു. രക്ഷിതാക്കളും PTA ഭാരവാഹികളും ചേർന്ന് മുൻകൈയെടുത്ത് 45,000 രൂപ മുടക്കി 10 ക്യാമറകളാണ് സ്കൂളിന്റെ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചത്. ചടങ്ങിൽ ഹൈദരാബാദിൽ നടക്കുന്ന നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഇടുക്കി ജില്ലയിൽ നിന്നും സെലക്ഷൻ കിട്ടിയ അലൻ JV, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ലീഡർഷിപ്പ് ക്യാമ്പിൽ പങ്കെടുത്ത ആഷിൻ ജിജോ, അഭിനവ് VM എന്നിവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. എന്താ മോളെ ചെയ്യുക? കുറച്ച് സ്വർണം ചിട്ടി കൂടി അച്ഛൻ വാങ്ങിയതാ. അതാണെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ. അതോർത്ത് ഇനി അച്ഛൻ വിഷമിക്കണ്ട. എന്റെ പഠിത്ത കാര്യത്തിനല്ലേ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ചേട്ടൻ വിഷമിക്കണ്ട, അതിനൊരു മാർഗമുണ്ട്. പണയത്തിയിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കുന്നതിനും അതിന് മറ്റാരും നൽകാത്ത വില നൽകുന്നതുമായ ഒരു സ്ഥാപനമുണ്ട്. അതേത് സ്ഥാപനമാണ്? അച്ചായൻ സ്കൂൾ. കേരളത്തിൽ 22ഓളം ബ്രാഞ്ചുകളുള്ള ഏക സ്ഥാപനം. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. സയൻസ് ഒരു സംഭവല്ലേ അച്ഛാ? അതേ മോളെ. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചായൻസ് തന്നെ.
അച്ചയൻസ് ഗോൾഡിൽ NRI ഉത്സവ്. വിദേശ പഠനം, ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി സ്വർണം വിൽക്കുമ്പോൾ ബ്രാൻഡഡ് ട്രോളി ബാഗ് സമ്മാനം. നിങ്ങളുടെ സ്വർണത്തിന് ഞങ്ങൾ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കുവാൻ സഹായിക്കുന്നു. 18 വർഷത്തെ സേവന പാരമ്പര്യം. മധ്യ തിരുവിതാംകൂറിൽ മാത്രമായി 20 ഷോറൂമുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. ആറ്റ്ലസ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ. ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തൂ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടാം ക്യാഷ് പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ. ഡിസംബർ 2 മുതൽ ജനുവരി 7 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ഉടനീളമുള്ള അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം സുസുക്കി എസ്പ്രസോ കാർ, ബുള്ളറ്റ്, ആക്ടിവ, ഇംബെക്സ് കെറ്റിൽ, പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, കാസറോൾ, ഡ്രം, ഗോൾഡ് കോയിൻ, ക്യാഷ് പ്രൈസസ്, പ്ലാസ്റ്റിക് കണ്ടെയ്നർ തുടങ്ങിയ സമ്മാനങ്ങൾ. സ്വാഗതം വമ്പൻ സമ്മാനങ്ങളുടെ ആഘോഷത്തിലേക്ക്. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ, കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, തൃപ്രയാർ. അറിഞ്ഞില്ലേ, തൊടുപുഴയിൽ വിസ്മയങ്ങളുടെ പുതുചിത്രം എഴുതാൻ സമുദ്രാന്തര ഭാഗത്തെ വിസ്മയവുമായി ടണൽ അക്വേറിയം, ലൈഫ് സ്റ്റോറി ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം പവലിയൻ, ഫുഡ് കോർട്ട്, കൂടാതെ അമ്യൂസ്മെന്റ് പാർക്കിൽ ആകാശത്തൊട്ടിൽ, കൊളംബസ് ബ്രേക്ക് ഡാൻസ്, ഡ്രാഗൺ റൈഡ്, ടൊറോട്ടോറോ, മഹാരാജ ട്രെയിൻ, ബൗൺസർ, ബോട്ടിംഗ്, മഡഗാസ്കർ ഷോ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. മറൈൻ എക്സ്പോ ഡിസംബർ 17 മുതൽ കോലാനി വേങ്ങല്ലൂർ ബൈപ്പാസ് പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ വൈകുന്നേരം 4 മുതൽ 9:30 വരെ ഒരുക്കിയിരിക്കുന്നു. ഈ വിസ്മയം കണ്ടാസ്വദിക്കാൻ നിങ്ങളേവരെയും ക്ഷണിക്കുന്നു. സുലഭ ഫുഡ് പ്രോഡക്റ്റ്. സംതൃപ്തമായ ഓരോ പ്രഭാതത്തിനും സ്വാദിഷ്ടമായ രുചികളുമായി സുലഭ. തികഞ്ഞ ഗുണമേന്മയുള്ള ധാന്യങ്ങളിൽ നിന്നും കൃത്യമായ നിലവാരത്തിൽ തയ്യാറാക്കുന്ന പൊടിക്കൂട്ടുകളും മസാലക്കൂട്ടുകളും. മികവാർന്ന പാക്കിംഗ്, ക്വാളിറ്റിയിൽ നമ്പർ 1. സുലഭ ഫുഡ് പ്രോഡക്ട്സ്. സഹകരണ സംഘത്തിന്റെ മുഖ്യ പങ്കാളിത്തമുള്ള സുലഭ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും സുലഭ ഹൈപ്പർ മാർക്കറ്റ്, പാല, കോട്ടയം, ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ. ഓം നമ ശിവായ. തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് വിളിപ്പുറത്തപ്പനായി വാണരുളുന്ന ശ്രീ മഹാദേവന്റെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം 2024 ജനുവരി 14 മുതൽ 25 വരെ വിപുലമായി കൊണ്ടാടപ്പെടുന്നു. ജനുവരി 22-ന് രാവിലെ 8:15 മുതൽ 9:43 വരെയുള്ള രാശി ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ഇരിഞ്ഞാലക്കുട മണക്കാട്ട് സർവശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി ശ്രീ ദിലീപ് വാസുദേവൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ സർവതാന്ത്രിക വിധിപ്രകാരം പുനഃപ്രതിഷ്ഠ നിർവഹിക്കപ്പെടുന്നു. ആധ്യാത്മിക ആചാര്യർ, സിനിമാ കലാ സാംസ്കാരിക പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ വേദിയിൽ വാദ്യഘോഷങ്ങൾ, ക്ഷേത്രകലകൾ, നൃത്യങ്ങൾ, സിനിമാ പിന്നണി ഗായകർ നയിക്കുന്ന ഭക്തിഗാനമേള തുടങ്ങിയ എണ്ണമറ്റ കലാപ്രകടനങ്ങൾ അരങ്ങേറും. പരശുരാമ നിർമ്മിത ക്ഷേത്രത്തിൽ പശ്ചിമ ദർശനത്തോടെ ആരൂഢത്തിൽ വിരാജിതനാകുന്ന ശ്രീ മഹാദേവന്റെ പുനഃപ്രതിഷ്ഠ നേരിൽ സാക്ഷ്യം വഹിക്കാനുള്ള പുണ്യ മഹാനിയോഗം എല്ലാ ഭക്തർക്കും ലഭിക്കുമാറാകട്ടെ. ഓം നമ ശിവായ. പട്ടരുമടം ഗാലക്സി, ന്യൂമാൻ കോളേജിന് സമീപം മങ്ങാട്ടുകവല റോഡ്, തൊടുപുഴ. പ്രമുഖ കമ്പനികളുടെ മിക്സി, കുക്കർ, സ്റ്റൗ, നോൺ സ്റ്റിക്, പ്ലാസ്റ്റിക്, അലുമിനിയം, ഓട്ടുപാത്രങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ പട്ടരുമടം ഗാലക്സി. ഭക്തസാധനങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ലേഡീസ് ഫാൻസി ഐറ്റംസ്, സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ്, തയ്യൽ സാധനങ്ങൾ, ഫ്ലവേഴ്സ്, ക്രോക്കറി ഐറ്റംസ്, ചില്ലുപാത്രങ്ങൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ തിരഞ്ഞെടുക്കുവാൻ വിശാലമായ ഷോറൂം. പഴയ അലുമിനിയം, സ്റ്റീൽ, ഓട്, നോൺ സ്റ്റിക് ഐറ്റംസ് എക്സ്ചേഞ്ച് ഓഫറിൽ മാറ്റി വാങ്ങുവാൻ സൗകര്യം. 100 രൂപ 200 രൂപ തവണ വ്യവസ്ഥയിൽ അടച്ച് ഗൃഹോപകരണങ്ങൾ വാങ്ങാവുന്ന സ്കീം തുടരുന്നു. പട്ടരുമടം ഗാലക്സി, മങ്ങാട്ടുകവല, ന്യൂമാൻ കോളേജ് റോഡ്, തൊടുപുഴ. ഫോൺ 7907517014. തൊടുപുഴയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 6-ാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി 8-ാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് കൂടാതെ 99 രൂപയ്ക്ക് 50 ലിറ്റർ ഡ്രം, 99 രൂപയ്ക്ക് എക്സിക്യൂട്ടീവ് ചെയർ, 199 രൂപയ്ക്ക് ഇലക്ട്രിക് കെറ്റിൽ, 199 രൂപയ്ക്ക് പ്രഷർ കുക്കർ എന്നിവ സ്വന്തമാക്കാം. വസ്ത്രമഹാത്ഭുതം, ഗാന്ധി സ്ക്വയർ, മുനിസിപ്പൽ മൈതാനം, തൊടുപുഴ.
മരുന്നില്ലാത്ത ചികിത്സ നിങ്ങൾക്കും പഠിക്കാം. ഡോക്ടർ എബ്രഹാം ജോസഫിന്റെ ഡൈനാമിക് ടച്ച് വേദന ചികിത്സാ കേന്ദ്രം, പെട്രോൾ പമ്പിന് എതിർവശം, ചെറുതോണി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അംഗീകാരമുള്ള SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന അക്യുപ്രഷർ ആൻഡ് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ കോഴ്സ്, 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്, യോഗ്യത SSLC അല്ലെങ്കിൽ +2. അവധി ദിവസങ്ങളിൽ മാത്രം ക്ലാസുകൾ. പ്രായപരിധിയില്ല. ഡൈനാമിക് ടച്ച് വേദന ചികിത്സാ കേന്ദ്രത്തിൽ പഴകിയ കൊടിഞ്ഞി, തലവേദന, പല്ലുവേദന, കഴുത്തുവേദന, കൈകാൽ വേദന, നടുവേദന, സ്ട്രോക്ക് മൂലമുള്ള കൈകാലുകളുടെ സ്വാധീനക്കുറവ് തുടങ്ങിയവയ്ക്ക് മരുന്നില്ലാതെ മർമ്മ ചികിത്സയും ലഭ്യമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചതും ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ പ്രചാരം നേടിയതുമായ അക്യുപ്രഷർ ചികിത്സയിലൂടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ച് വേദനകൾക്കും ആശ്വാസം നേടാം. ഇടുക്കി ജില്ലയിലെ ഏക സ്റ്റഡി സെന്റർ ഡൈനാമിക് ടച്ച് പെയിൻ ഹീലിംഗ്, ചെറുതോണി. ഫോൺ 9740362236, 8289827236. ആഘോഷമേതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, തൊടുപുഴ. ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, തൊടുപുഴ. ഫോൺ 04862222 വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ 1 പതിറ്റാണ്ട് കാലമായി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്ന JJ വെഡ്ഡിംഗ് സ്റ്റുഡിയോ നവീകരിച്ച് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് എതിർവശത്തായി P&K ബിൽഡിംഗ്സിൽ ആരംഭിച്ച JJ വെഡ്ഡിംഗ് സ്റ്റുഡിയോ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുണ്ടാകുന്ന മറക്കാനാവാത്ത നിമിഷങ്ങളെ അതേ തനിമയോടെ വീണ്ടും നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മാധ്യമങ്ങളാണ് ഫോട്ടോകളും വീഡിയോകളും. ഓരോ സംഭവങ്ങളും ചടങ്ങുകളും അതിൻ്റെ സൂക്ഷ്മതയോടെയും ചാരുതയോടെയും ക്യാമറയിൽ പകർത്തുന്നതിൽ കഴിഞ്ഞ 1 പതിറ്റാണ്ട് കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനമാണ് JJ വെഡ്ഡിംഗ് സ്റ്റുഡിയോ. തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് എതിർവശത്തായി P&K ബിൽഡിംഗിൽ ആരംഭിച്ച JJ വെഡ്ഡിംഗ് സ്റ്റുഡിയോ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഫോട്ടോ റീകോപ്പി, ആൽബം ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഓഡിയോ റെക്കോർഡിംഗ്, ഫോട്ടോ ഫ്രെയിമിംഗ്, മഗ് പ്രിന്റിംഗ്, ടീഷർട്ട് പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാവിധ വർക്കുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ സ്റ്റുഡിയോ എന്ന നിലയിലാണ് JJ വെഡ്ഡിംഗ് സ്റ്റുഡിയോയുടെ പ്രവർത്തനം. ആദ്യ ഫോട്ടോ സ്വിച്ച് ഓൺ കർമ്മം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് P. അജീബ്, തൊടുപുഴ ബാർ അസോസിയേഷൻ സീനിയർ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴ നഗരത്തിൽ കഴിഞ്ഞ 1 പതിറ്റാണ്ടുകളായി ഈ നാട്ടിൽ സ്റ്റുഡിയോ മേഖലയിൽ പ്രവർത്തിച്ചു പരിചയമുള്ളതും നമ്മുടെ തൊടുപുഴയും പരിസരപ്രദേശങ്ങളിലും സുപരിചിതനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോബി അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സ്ഥാപനം ഇവിടെ ബോയ്സ് ഹൈസ്കൂളിൻ്റെ എതിർവശത്തായിട്ടുള്ള ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുകയാണ്. JJ വെഡ്ഡിംഗ് സ്റ്റുഡിയോ. കല്യാണ ആൽബങ്ങൾ, അതുപോലെ കല്യാണ ഫോട്ടോസൊക്കെ ജോബിനെ അറിയാവുന്ന ആളുകൾക്കറിയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വളരെ മനോഹരമായ രീതിയിൽ ഉത്തരവാദിത്തോടു കൂടി വളരെ ഭംഗിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പുതിയൊരു സ്ഥാപനമാണ് തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ നൽകിയ സ്വീകരണം, അതുപോലെ തന്നെയുള്ള സഹകരണങ്ങളും സംവിധാനങ്ങളും തുടർന്നുകൊണ്ടാകണം ഈ സ്ഥാപനത്തിന് ജഗദീശന്റെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറയാൻ. സ്റ്റുഡിയോ രംഗത്തെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഏൽപ്പിക്കുന്ന ജോലികൾ പരിപൂർണ ഉത്തരവാദിത്വത്തോടെ സമയബന്ധിതമായി പൂർത്തിയാക്കി നൽകുമെന്ന് JJ വെഡ്ഡിംഗ് സ്റ്റുഡിയോ മാനേജ്മെന്റ് അറിയിച്ചു.
മഹാസഭ ഇടുക്കി ജില്ലാ കുടുംബ സംഗമവും പ്രതിഭാ പുരസ്കാരവും വിതരണം ചെയ്തു. ഇതോടനുബന്ധിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര നടത്തി. പൊതുയോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. AIVM ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് N. പാലത്തറ അധ്യക്ഷത വഹിച്ചു. കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഇടുക്കി ജില്ലാ കുടുംബ സംഗമവും പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു. ചെറുതോണി ടൗണിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര ചെറുതോണി പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 1904 ധനനഗർ കുമാരസ്വാമി രൂപം നൽകിയ ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഇന്ന് ഭാരതമാകെ വളർന്നു പന്തലിച്ച് പ്രത്യേകമായ സംഘടനകൾ ജില്ലാ താലൂക്ക് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ കൂടി ഭാഗമാണ്. ഞാനിതുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശ്രീ ദശരഥൻ പകർന്നു നൽകിയ വെളിച്ചം വീരശിവർക്ക് വഴിതെളിക്കുന്നത് രാജ്യം കണ്ട നവോത്ഥാന നായകരിലെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. യോഗത്തിന് AIVM ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് N. പാലന്തറ അധ്യക്ഷനായി. സ്കൂൾ കോളേജ് തലങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കും കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്കും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പുരസ്കാരങ്ങൾ നൽകി. സഭയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ളതും ആദ്യകാല പ്രവർത്തകരുമായിട്ടുള്ള അംഗങ്ങളെ നാഷണൽ ടീ ബോർഡ് അംഗം TK തുളസീധരൻ പിള്ള ദാസോഹ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കവിയും എഴുത്തുകാരനുമായ AIVM എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് വിസ്മയെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ അനീഷ് കുമാർ S.നെ സംസ്ഥാന കമ്മിറ്റിയും ആദരിച്ചു. ജില്ലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ സംഘമായി വണ്ടർമേട് ഉമാമഹേശ്വര വനിതാ സംഘത്തെയും മികച്ച വനിതാ സംഘടനാ പ്രവർത്തകരായി പൂപ്പാറ ശാഖയിലെ സുജ ബാബുവിനെയും കാഞ്ചിയാർ ശാഖയിലെ സനിത സന്തോഷിനെയും തിരഞ്ഞെടുക്കുകയും പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു. AIVM ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ചിങ്കലേൽ സ്വാഗതം ആശംസിച്ചു. AIVM സംസ്ഥാന പ്രസിഡന്റ് TP കുഞ്ഞുമോൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PN വിനോദ്, മുൻ ദേവസ്വം ബോർഡ് അംഗം EA രാജൻ, കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ EP ജയൻ, PV സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മധുസൂദനൻ പിള്ള, മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു K. ശങ്കർ, സംസ്ഥാന സെക്രട്ടറി ശൈലജ ശശി, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് രതീഷ് R. ഹരിപ്പാട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മനോജ്, KC ശശി, സഭാ ആചാര്യൻ CN ചന്ദ്രൻ, സംഘടനാ കോട്ടയം ജില്ലാ പ്രസിഡന്റ് PC രാധാകൃഷ്ണൻ, സെക്രട്ടറി സുധീഷ് PT, ജില്ലാ വൈസ് പ്രസിഡന്റ് NV ബാലചന്ദ്രൻ, ട്രഷറർ VK ബാബു, സെക്രട്ടറിമാരായ അനിൽകുമാർ, ദീപ സുഭാഷ്, സ്വാഗത സംഘം കൺവീനർ വിനോദ് ഇടുക്കി, ചെയർപേഴ്സൺ രജനി അശോകൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കൊലപാതക കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയ കോടതി വിധി അന്യായമാണെന്നും വണ്ടിപ്പെരിയാർ അയ്യപ്പൻ കോവിലിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്യുവാൻ കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്നും കേരള വിശ്വകർമ്മ മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ യോഗത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. വണ്ടിപ്പെരിയാർ ചെറുക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ പീഡനത്തിനിരയാക്കി കൊല ചെയ്യപ്പെട്ട 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി അന്യായമാണെന്നും പ്രതിക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കണമെന്നും വണ്ടിപ്പെരിയാർ അയ്യപ്പൻ കോവിലിൽ ആത്മഹത്യ ചെയ്ത പ്ലാപ്പള്ളി വീട്ടിൽ ശ്രീദേവി എന്ന വീട്ടമ്മ ആത്മഹത്യ ചെയ്യാൻ കാരണമായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നുമാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പോഷക സംഘടനയായ കേരള വിശ്വകർമ്മ മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടത്. കേരള വിശ്വകർമ്മ മഹിളാ സംഘം പീരുമേട് താലൂക്ക് യൂണിയൻ കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടതായി KVMS സംസ്ഥാന ഉപാധ്യക്ഷ പുഷ്പ ബിജു പറഞ്ഞു. പീരുമേട് താലൂക്ക് യൂണിയൻ മഹിളാ സമാജത്തിൻ്റെ അടിയന്തര യോഗത്തിൽ പ്രത്യേകമായി എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന്, ഞങ്ങളുടെ സഹോദരി ശ്രീദേവി മരണപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണങ്ങൾ നടന്നെങ്കിലും ഇതുവരെയായിട്ടും അതിൻ്റെ പ്രതികളായ സ്മിതയെയോ പ്രമോദിനെയോ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ഫെബ്രുവരി 15 മുമ്പായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എങ്കിൽ ഞങ്ങൾ സമുദായ അടിസ്ഥാനത്തിൽ പീരുമേട് YSP ഓഫീസ് ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തെ തന്നെ അതുപോലെ ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യമാണല്ലോ ഈ വണ്ടിപ്പെരിയാർ നടന്ന 6 വയസ്സുകാരി കുട്ടിയുടെ മരണം. അതിലേക്ക് തീരുമാനം എന്തായാലും പുനഃപരിശോധിച്ച് ആ കുടുംബ അംഗങ്ങൾക്ക് നീതി ലഭിക്കണം. അതിന്
എന്ത് നടപടികളും എടുക്കാൻ ഗവൺമെൻറ് ഉരുത്തിരിഞ്ഞ് നടപടി എടുത്തില്ല എങ്കിൽ അതിനും ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീദേവി എന്ന വീട്ടമ്മയുടെ ആത്മഹത്യയ്ക്ക് കാരണമായവരുടെ തെളിവുകൾ സൈബർ സെൽ മുഖാന്തരം കണ്ടെത്തണമെന്നും പ്രതികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ ലഭ്യമാക്കണമെന്നും ഇക്കാര്യങ്ങളിൽ ജനുവരി 15 മുൻപ് നടപടി ഉണ്ടാവാത്ത പക്ഷം ബഹുജന പങ്കാളിത്തത്തോടെ പീരുമേട് ഡിവൈഎസ്പി ഓഫീസ് ഉപരോധിക്കുമെന്നും KVMS സംസ്ഥാന ഉപാധ്യക്ഷ പുഷ്പ ബിജു, അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TK സുകുമാരൻ, മഹിളാ സംഘം ഭാരവാഹികളായ തങ്കമണി, വത്സല, സുശീല, ജയശ്രീ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ആകാശവാണി ദേവികുളം നിലയത്തിൽ നിന്നും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജില്ലാ ഉപജില്ലാ തലത്തിലെ വിജയികളായ കുട്ടികൾക്കാണ് തങ്ങളുടെ പരിപാടികൾ റേഡിയോയിലൂടെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. റേഡിയോ നിലയത്തിലെ കാഴ്ചകളും സൗണ്ട് റെക്കോർഡിംഗ് സിസ്റ്റവുമെല്ലാം കുട്ടികൾക്ക് തീർത്തും വ്യത്യസ്തമായ പുതിയ അനുഭവമാണ് പകർന്നതെന്ന് പ്രോഗ്രാം കോർഡിനേറ്ററും PTA വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ അറിയിച്ചു. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ആകാശവാണി ദേവികുളം നിലയത്തിൽ നിന്നും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജില്ലാ ഉപജില്ലാ തലത്തിൽ വിജയികളായ കുട്ടികൾക്കാണ് തങ്ങളുടെ പരിപാടികൾ റേഡിയോയിലൂടെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. റേഡിയോ നിലയത്തിലെ കാഴ്ചകളും സൗണ്ട് റെക്കോർഡിംഗ് സിസ്റ്റവുമെല്ലാം കുട്ടികൾക്ക് തീർത്തും വ്യത്യസ്തമായ പുതിയ അനുഭവമാണ് പകർന്നതെന്ന് പ്രോഗ്രാം കോർഡിനേറ്ററും PTA വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ അറിയിച്ചു. അറബിക് കലോത്സവത്തിലും ജനറൽ കലോത്സവത്തിലും മത്സരിച്ച തൊടുപുഴ ഉപജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ 1ാം സ്ഥാനം എന്ന അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ സ്കൂളിനെ പ്രാപ്തമാക്കിയ കൊച്ചുമിടുക്കരാണ് ദേവികുളം നിലയത്തിൽ നിന്നും സ്കൂളിനു വേണ്ടി പരിപാടികൾ അവതരിപ്പിച്ചത്. സ്വപ്ന ചെറുകുകൾ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുമായി സംവദിക്കുന്നതിന് ആകാശവാണി ദേവികുളം നിലയത്തിൽ നിന്നും പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എത്തിയതിലൂടെയാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരത്തിന് വഴി തുറന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ VM ഫിലിപ്പച്ചൻ, അധ്യാപകരായ ഹസൈനാർ PK, വിനീത E, ഗ്രേസി K ബേബി എന്നിവർ നേതൃത്വം നൽകുവാനായി കുട്ടികളെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 13ഓളം പശുക്കളെ നഷ്ടപ്പെട്ട വെള്ളിയാമ്പലത്തെ കുട്ടി കർഷകന് സഹായവുമായി CPIM 3 പശുക്കളെയാണ് മാത്യുവിനും കുടുംബത്തിനും നൽകിയത്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ വെൽനസ് സെന്റർ വെങ്ങല്ലൂരിൽ 10-ന് പ്രവർത്തനം ആരംഭിക്കും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. LDFന്റെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി അടിമാലിയിൽ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഓഫ് വണ്ണപ്പുറം ഇന്റർനാഷണൽ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും അശ്രണർക്ക് ഒരു കൈത്താങ്ങ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.